Hi friends, welcome to Free Time to Learn. ഞാൻ ആനന്ദ് പോൾ. ഇത് ഞങ്ങളുടെ ആദ്യ ക്ലാസ് ആണ്. നിങ്ങളുടെ വർക്കിന്റെയോ പഠിത്തത്തിലുള്ള കുറച്ച് ഫ്രീ ടൈംസ് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ആദ്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് മാത്സിന്റെ സെക്ഷൻ ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് മത്സര പരീക്ഷകളായ LDC, ഫയർമാൻ, പോലീസ് തുടങ്ങിയ പരീക്ഷകളിൽ മാത്സ് സെക്ഷന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. അധികം വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പലിശ എന്നതാണ്. പലിശയിലെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായി പലിശകളിലെ വ്യത്യാസം, രണ്ടാമതായി സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ, മൂന്നാമതായി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ. ആദ്യമായി പലിശകളുടെ വ്യത്യാസം. അത് നമുക്കൊരു സിമ്പിൾ കണക്കിലൂടെ തന്നെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 5000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. അതായത് 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്. നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഇതാണ്: ആദ്യമേ നമ്മൾ സാധാരണ പലിശ കണ്ടുപിടിക്കും, പിന്നെ കൂട്ടുപലിശ കണ്ടുപിടിക്കും, പിന്നെ അതിന്റെ രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. ഇനി അങ്ങനെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻസ് ഉണ്ട്, അത് ഉപയോഗിച്ച് ടിപ്സ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യമേ 1 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ഏത് ക്വസ്റ്റ്യൻ ആയാലും എപ്പോഴായാലും 0 തന്നെയായിരിക്കും. അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1 വർഷത്തേക്ക് എപ്പോഴും 0 തന്നെയായിരിക്കും. ഇനി 2 വർഷത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 വർഷത്തേക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസും ടിപ്സും എല്ലാം പറ്റുന്നതും മാക്സിമം ഒരു ബുക്കിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ എടുത്ത് റെഫർ ചെയ്യുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇക്വേഷൻ ഇതാണ്: D = PR²/100². അതാണ് നമ്മുടെ ഇക്വേഷൻ. D = PR²/100². ഇവിടെ D എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട വ്യത്യാസം. P നമ്മുടെ മുതലാണ്. ഇവിടെ നമുക്ക് 5000 ആണ് മുതൽ. R എന്ന് പറയുന്നത് നമ്മുടെ പലിശ നിരക്കാണ്. പലിശ നിരക്ക് 10 ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം തന്നിരിക്കുന്ന വിവരങ്ങൾ. D = P നമുക്ക് 5000 തന്നിട്ടുണ്ട്, ഇൻറ്റു R², അതായത് 10. 10ന്റെ സ്ക്വയർ, 10 × 10 എഴുതാം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് 10 × 10 എഴുതുന്നത്. ഡിവൈഡ് ബൈ 100². 100 × 100 എഴുതാം. ഇത് നമുക്ക് ചെയ്യാം. ഈ 2 0 വെട്ടിക്കളയാം, ഈ 2 0 വെട്ടിക്കളയാം. അധികമുള്ളത് നമുക്ക് എടുത്തെഴുതാം. 50. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 50 ആണ്. മനസ്സിലായല്ലോ? അപ്പം സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള 1 വർഷത്തേക്കുള്ള വ്യത്യാസം 0 ആണ്. 2 വർഷത്തേക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്: D = PR²/100². ഇനി നമുക്ക് 3 വർഷത്തേക്കുള്ള വ്യത്യാസം നോക്കാം. 3 വർഷത്തേക്കും വേറൊരു ഇക്വേഷൻ ഉണ്ട്: D = PR² × 300 + R / 100³. അതാണ് 3 വർഷത്തേക്കുള്ള ഇക്വേഷൻ. D = PR² × 300 + R / 100³. ഇതാണ് ഇക്വേഷൻ. നമുക്ക് ഇതിനകത്തുനിന്ന് തന്നിരിക്കുന്ന വിവരങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം. D = P എത്രയാണ്? 5000 ഇൻറ്റു R², 10 × 10 ഇൻറ്റു 300 + R. 300 + R, 10. 300 + R 310. 310 ഡിവൈഡഡ് ബൈ 100³ നമുക്ക് 100 × 100 × 100 എന്ന് എഴുതാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2 0 വെട്ടിക്കളയാം, ഈ 2 0 വെട്ടിക്കളയാം, ഈ 2 0 വെട്ടിക്കളയാം. ബാക്കിയുള്ളത് നമുക്കൊന്ന് എടുത്തെഴുതാം. 31 × 5 ആണ്. അപ്പോൾ 31 × 5 ചെയ്യുമ്പോൾ നമുക്ക് 155 കിട്ടും. 155. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 3 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 155 ആണ്. ഇക്വേഷൻ ഒന്നുകൂടെ പറയാം: 3 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം D = PR² × 300 + R / 100³. ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം: സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1 വർഷത്തേക്ക് എപ്പോഴും 0 ആയിരിക്കും. 2 വർഷത്തേക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D = PR² / 100². 3 വർഷത്തേക്ക് D = PR² × 300 + R / 100³. അപ്പം സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു.
നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തതായി സാധാരണ പലിശയാണ്. സാധാരണ പലിശ നമുക്കൊരു ക്വസ്റ്റ്യനോടെ തന്നെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 5000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 3 വർഷത്തേക്കുള്ള പലിശ എത്ര? സാധാരണ പലിശ കണ്ടുപിടിക്കാണ്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അത് I ഈക്വൽ ടു PNR/100 എന്നാണ്. I ഈക്വൽ ടു PNR/100. I എന്ന് പറഞ്ഞാൽ പലിശയാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പലിശ. P എന്ന് പറഞ്ഞാൽ മുതൽ, നമുക്ക് തന്നിട്ടുണ്ട് 5000. N എന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണെന്നാണ്, അത് 3 ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ. അടുത്തായി 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ നിരക്ക്. ഈ ക്വസ്റ്റ്യനിൽ 5% പലിശ നിരക്ക്. നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇങ്ങോട്ട്. I ഈക്വൽ ടു P 5000 ഇൻറ്റു N 3 ഇൻറ്റു പലിശ നിരക്ക് 5 ഡിവൈഡഡ് ബൈ 100. നമുക്ക് കണ്ട ഇവിടെ ഈ 2 പൂജ്യം വെട്ടിക്കളയാം, ബാക്കിയുള്ളതെന്ന് എടുത്ത് എഴുതാം. 50 ഇൻറ്റു 3 ഇൻറ്റു 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 750 എന്ന ആൻസർ കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യനിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശ 750 ആണ്. അപ്പോൾ സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I ഈക്വൽ ടു PNR/100 എന്നാണ്. അപ്പോൾ സാധാരണ പലിശയുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൂട്ടുപലിശ എന്നാണ്. പൊതുവെ കുറച്ചു പേർക്കെങ്കിലും സാധാരണ പലിശയെ അപേക്ഷിച്ച് കൂട്ടുപലിശ കുറച്ചുകൂടെ പാടായിട്ട് തോന്നാം. നമുക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം തന്നെ പറയാം. സാധാരണ പലിശയിൽ നമ്മൾ പലിശ കണക്കാക്കുന്നത് ആദ്യമുള്ള മുതലിന്റെ തന്നെ ആയിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും പലിശ കണക്കാക്കുന്നത്. എന്നാൽ കൂട്ടുപലിശയിൽ നമ്മൾ പലിശ കണക്കാക്കുന്നത് മുന്നത്തെ മാസത്തെ പലിശ കൂട്ടിയുള്ള മുതലിന്റെ ആയിരിക്കും ഈ മാസം പലിശ കണക്കാക്കുന്നത്. നമുക്ക് ഈ കൂട്ടുപലിശ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനോടെ തന്നെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 5000 രൂപ നിക്ഷേപിച്ചാൽ 3 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടുന്ന തുക എത്ര? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 വർഷം കഴിഞ്ഞ് എത്ര രൂപ നമുക്ക് പലിശയും മുതലും ഉൾപ്പെടെ തിരികെ കിട്ടുന്നതാണ്. നമ്മൾക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100⁴n എന്നാണ് ഇക്വേഷൻ. അതിനകത്ത് A എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, എത്ര വർഷം കഴിഞ്ഞ് പലിശ കൂട്ടിയുള്ള മുതലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് A. അപ്പോൾ ഇക്വേഷൻ ഇതാണ്: A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100⁴n. നമ്മൾ പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, കുറച്ചുകൂടി ഒരു എളുപ്പ വഴി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട A ആണ്, പലിശ കൂട്ടിയുള്ള മുതൽ. നമുക്ക് 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന പലിശ കൂട്ടിയുള്ള മുതലാണ് കണ്ടുപിടിക്കേണ്ടത്. A ഈക്വൽ ടു, നമുക്ക് ഇവിടെ തന്നേക്കുന്ന മുതൽ എത്രയാണെന്ന് വെച്ചാൽ എടുത്തെഴുതുക. ഇവിടെ മുതൽ 5000 ആണ്. 5000 ഇൻറ്റു, ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര വർഷത്തേക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര വർഷത്തേക്കാണ് നമുക്കിവിടെ 3 വർഷത്തേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതുകൊണ്ട് 3 വട്ടം 100ന്റെ കൂടെ എത്രയാണോ പലിശ നിരക്ക് എന്നത് കൂട്ടി 3 വട്ടം മുകളിൽ ഗുണിക്കുക. 100ന്റെ കൂടെ 10 കൂട്ടി 3 വട്ടം അത് തന്നെ ഗുണിക്കുക മുകളിൽ. താഴെ 3 വട്ടം 100 കൊണ്ട് ഗുണിക്കുക. നമ്മൾ എത്ര വർഷത്തേക്കാണ് കണ്ടുപിടിക്കേണ്ടത് അത്രയും വട്ടം ഗുണിക്കുക. മുകളിൽ പലിശയുടെ കൂടെ പലിശ നിരക്കിന്റെ കൂടെ 100 കൂട്ടി ഗുണിക്കുക. താഴെ അത്രയും വട്ടം തന്നെ 100 ഗുണിക്കുക. ഇനി നമുക്ക് ക്രിയ ചെയ്യാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യം വെട്ടിക്കളയാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യം വെട്ടിക്കളയാം. നമുക്ക് ബാക്കിയുള്ളതെന്ന് എടുത്ത് എഴുതാം. 5 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 11. ഇത് ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് 66 55 6655 കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 3 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടുന്ന തുക 6655 ആണ്. നമുക്ക് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ മുതൽ എത്രയാണോ അത് എടുത്തെഴുതുക. എന്നിട്ട് മുകളിൽ എത്ര വർഷത്തേക്കാണോ കണ്ടുപിടിക്കേണ്ടത് അത്രയും പ്രാവശ്യം പലിശ നിരക്കിന്റെ കൂടെ 100 കൂട്ടി ഗുണിക്കുക. താഴെ അത്രയും പ്രാവശ്യം തന്നെ 100 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ക്രിയ ചെയ്യുക. നമുക്ക് കൂട്ടുപലിശ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുപലിശയുടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുപലിശയുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പലിശയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പലിശയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ക്വസ്റ്റ്യൻസും വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള പരാതികളും നിർദ്ദേശങ്ങളും
എല്ലാം ഞങ്ങളെ അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നന്ദി.